ഞാനിങ്ങനെ ഒരു പ്ലാനും ഇല്ലാതിരിക്കുമ്പോഴത്തേക്കും എന്നോട് പെട്ടെന്ന് റെഡിയായിട്ട് ഇവിടെ പോവാം അവിടെ പോവാമെന്നൊക്കെ പറയാൻ എനിക്ക് പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് നേരം എടുക്കും. അപ്പോൾ അങ്ങനെ ഒരു വീക്കെൻഡായിരുന്നു ഇത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എവിടെയും പോകണ്ട, വീട്ടിൽ സുഖമായിട്ടിരിക്കുക, ഒരു ഉച്ചവർക്കൊക്കെ പാസ്സാക്കി വല്ല സിനിമയെ കണ്ടിരിക്കുക എന്ന് വിചാരിച്ചപ്പോഴേക്കും 10 മണിക്കാണ് ഏറ്റവും വന്ന നന്ദുവിൻ്റെ വക ഒരു പ്ലാനായിരുന്നു. അച്ഛാ നമുക്ക് ഡൈക്കറ്റ് സ്മാർട്ടിൽ പോവാമെന്ന്. സാധാരണ രീതിക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് ഞാനൊന്ന് ക്രാങ്ക് ചെയ്യാവേണ്ടതാണ്. പക്ഷേ ഡൈക്കറ്റ് സ്മാർട്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ലോണം ഇൻട്രസ്റ്റ് കയറി. അപ്പോഴേക്കും എൻ്റെ പപ്പ വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ കൂടെ വൈകുന്നേരം ഒരു കല്യാണത്തിനും ചെല്ലണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി നമുക്ക് പോയേക്കാം, എന്നാൽ നിങ്ങൾ ആ ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് കാണിക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. നമ്മുടെ കൊച്ചിയിലെ ഡൈക്കറ്റ് സ്മാർട്ട് അങ്ങ് പാലാരിവട്ടത്താണല്ലോ. ഞങ്ങൾ തൃപ്പൂണിത്തുറക്കാർക്ക് അല്ലെങ്കിൽ തൃപ്പൂണിത്തുറയുടെ ഇപ്പുറത്ത് കിടക്കുന്നവർക്കൊക്കെ നല്ല ദൂരമാണ്, പോരാത്തന്നെ ബ്ലോക്കും വീക്കെൻഡും. അപ്പോൾ എന്തായാലും ഉച്ചയൂണ് കഴിഞ്ഞിട്ട് വേഗം തന്നെ ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചൊരു 12-12:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ബ്ലോക്ക് എല്ലാം കഴിഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. കുട്ടികളെക്കാളും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് എപ്പോഴും എനിക്കാണ് ഡൈക്കറ്റ് സ്മാർട്ടിൽ. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തിലേക്ക് എത്തും. ഓടി നടന്നെല്ലാം നോക്കണം, പറ്റുന്ന എന്തെങ്കിലുമൊക്കെ എടുക്കണം. പോരാത്തതിന് ഇത്തവണ വെറും 99 റുപ്പീസിന് കുറേ കീ ചെയിൻസും ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് കീ ചെയിൻസ് ഒക്കെ എടുത്തു. അവിടെ ബില്ല് പേ ചെയ്തതിന് ശേഷം ഞങ്ങളുടെ സാരഥിയായ ഏട്ടൻ വണ്ടി എങ്ങോട്ട് ഓടിക്കുന്നു അതിനനുസരിച്ച് ഞങ്ങൾ പോവുകയാണ്. കാരണം ഞങ്ങളുടെ ആകെ പ്ലാൻ എന്ന് പറയുന്നത് ഡൈക്കറ്റ് സ്മാർട്ടാണ്. അതിനുശേഷം പ്രത്യേകിച്ച് പ്ലാനുകളൊന്നുമില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ കളമശ്ശേരി വരെ പോയി. അവിടെ നിന്ന് തിരിച്ച് കറങ്ങി ലുലു മോളിലേക്ക് വന്നു. ലുലു മോളിൽ ഞങ്ങൾ എന്നെയും മക്കളെയും അമ്മേനെ ഇറക്കിയിട്ട് ഏട്ടന് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു, ഏട്ടൻ അതിന് വേണ്ടി പോയി. ലുലുവിൽ സ്ഥിരം സന്ദർശകരല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും ഇത്ര തിരക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ നിശ്ചയമൊന്നുമില്ല. പക്ഷെ അന്യായ തിരക്കായിരുന്നു. ഇനി സ്കൂൾ റീഓപ്പണിങ്ങിൻ്റെ ആണോ അതോ ഇനി വീക്കെൻഡ് ആണോ എന്താണെന്ന് എനിക്കറിഞ്ഞു. ഇവിടെ അന്യായ തിരക്കായിരുന്നു. എനിക്ക് തിരക്കും ബഹളമാണെങ്കിൽ തീരെ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. തിരക്കും ബഹളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയെങ്കിലും തിരക്കിൽ നിന്നൊക്കെ ഒന്ന് മാറി ദൂരേക്ക് പോയാൽ മതി, സമാധാനമുള്ളൊരു സ്ഥലത്തേക്ക് ഒന്ന് പോയാൽ മതി എന്നുള്ള ചിന്തയാണ്. ആകെ എനിക്ക് തിരക്ക് ഇഷ്ടമുള്ളത് ഈ ആനയും അമ്പാരിയും കുട്ടും ഒക്കെ ഉള്ളപ്പോൾ മാത്രമാണ്. അല്ലാത്തപ്പോൾ എനിക്ക് തിരക്ക് തീരെ ഇഷ്ടമല്ല. വേറെ വഴിയും നിർവാഹമൊന്നും ഇല്ലാത്ത കാരണം ലുലുവിൽ കുറച്ച് നേരം ഞങ്ങൾ കിടന്ന് കറങ്ങി. അപ്പോഴേക്ക് ഏട്ടൻ വന്നു. പിന്നെ ഏട്ടൻ്റെ കൂടെ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോന്നു. അപ്പോൾ എനിക്ക് ഒരു കല്യാണ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അത് ചങ്ങമ്പുഴ പാർക്കിൻ്റെ ആ സ്റ്റേഷനില്ലേ അവിടെയായിരുന്നു എനിക്ക് എത്തേണ്ടിയിരുന്നത്. കാരണം പപ്പയും അമ്മയും അവിടെ വരാമെന്നാണ് പറഞ്ഞിരുന്നത് മീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്നെ ചങ്ങമ്പുഴ പാർക്കിൻ്റെ മെട്രോ സ്റ്റേഷൻ അവിടെ ഇറക്കി വിട്ടിട്ട് ഏട്ടനൊക്കെ തിരിച്ചു പോയി. പപ്പയും അമ്മയും വരാനായിട്ട് കുറച്ചേറെ നേരം തന്നെ എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ സമയം കൂടി അവർ ജ്യൂസായി കുടിച്ചിട്ട് വന്നു. എന്നിട്ട് നേരെ കല്യാണ വീട്ടിലേക്ക് ഞങ്ങൾ പോയി. അപ്പോൾ കല്യാണം എന്ന് പറയുന്നത് എൻ്റെ ഒരു കസിൻ്റെ ആയിരുന്നു. അതായത് എൻ്റെ ചിറ്റയുടെയും കൊച്ചിൻ്റെയും മോൻ്റെ കല്യാണമായിരുന്നു. കല്യാണ തലേന്നത്തെ ഫംഗ്ഷൻ ആയിരുന്നുകൊണ്ട് തന്നെ ദക്ഷിണ കൊടുപ്പായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരുമായിട്ട് കണ്ട് സംസാരിച്ച് ദക്ഷിണയായി കൊടുത്തിട്ട് ഫുഡും കഴിച്ചിട്ട് തിരിച്ചു പോന്നു.